എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മളുടെ സ്വന്തം മാർസി ഗാർഡനിലേക്ക് സ്വാഗതം. കുറച്ച് നാളായി നമ്മൾ തമ്മിൽ കണ്ടിട്ടല്ലേ. ഓരോ പരിപാടികളായിട്ട് വീഡിയോകളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് നിങ്ങളിലേക്ക് എത്താത്തത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ അടീനിയത്തിൻ്റെ ഒരു കാര്യം നിങ്ങളെ കാണിച്ചു തരാനാണ്. അതിന് ഞാൻ ചെയ്യുന്ന എന്താണ് പരിപാടിയെന്നും ഒക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്നുള്ളൊരു ഓർത്താണ് ഇന്നത്തെ ഈ വീഡിയോ. ഇപ്പം നല്ല ചൂടാണല്ലേ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അടീനിയത്തിന് വെള്ളം എത്ര വേണ്ടാന്ന് പറഞ്ഞാലും ഒന്ന് ഇടവിട്ട ദിവസങ്ങളിൽ നിങ്ങൾ അതിന് വെള്ളം ഒഴിച്ചു കൊടുത്തേ മതിയാകുള്ളൂ കേട്ടോ. ഇപ്പം തന്നെ നമ്മുടെ പൂ വിരിയുന്നതിൻ്റെ അന്ന് തന്നെ നമുക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും. കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസമല്ല, ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ഭംഗിയൊക്കെ അങ്ങ് പോകും. എന്താണെന്ന് വെച്ചാൽ അതുപോലെയാണ് ചൂട്. പക്ഷേ നിറച്ച് പൂക്കളും ഉണ്ടാകുന്നുണ്ടല്ലേ. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം എന്തിനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നതെന്ന്. ഇത് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? ഈ ചെടി കണ്ടിട്ട് നമ്മൾ വെള്ളവും വളവും എല്ലാം കൊടുത്ത് നല്ല രീതിയിൽ കൊണ്ടിരുന്ന ഒരു പ്ലാന്റ് ഈ രീതിയിലായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? നിങ്ങൾക്ക് ഇത് കണ്ടിട്ടൊന്നും മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ കാണിച്ചു തരാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും കാര്യം എന്താണെന്ന് മനസ്സിലാകും. ഇതിൻ്റെയൊക്കെ ഇലയിരിക്കുന്നത് കണ്ടോ? പൂമുട്ടകൾ വന്ന അന്നേരം അത് ആ വഴി പോവുകയാണ്. അപ്പം ഞാനിത് ഓർക്കുമായിരുന്നു എന്താണെന്നുള്ള കാര്യമൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. അപ്പോൾ ദൈവനെ കണ്ടപ്പോൾ കാര്യങ്ങൾ പിടികിട്ടി. പൂമുട്ടൊക്കെ ആ ഇത് കണ്ടോ, മൊത്തം പുഴു തിന്ന് നശിപ്പിച്ച് വെച്ചിരിക്കുക. ചൂടത്ത്, നല്ല ചൂടത്താണ് വെച്ചിരിക്കുന്നത്, ടെറസിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, പുഴുക്കൾക്ക് എവിടെയാണ് വരാൻ മേലാത്തല്ലേ. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? അവനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. അപ്പോൾ ഞാൻ എന്നാ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് ആ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇത് കണ്ടോ, ഈ ഒരു ഇൻസൈറ്റ് സൈഡ് ഒരു 2 ml 1 ലിറ്റർ വെള്ളത്തിൽ, അതായത് ഈ സ്പ്രേ 1 ലിറ്ററിൻ്റെയാണ്. 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ആ പുഴു ആ വഴി പൊക്കോളും, നമ്മുടെ പ്ലാന്റ് വീണ്ടും ഉഷാറാകും. ഞാനിപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. രാവിലെ ഇതിനൊക്കെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും മോട്ടർ ഓണാക്കി ടാങ്ക് വേണ്ടി ഇത് വെള്ളം നിറഞ്ഞു പോവുക. കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. ഈ വെള്ളമില്ലാത്ത സമയത്ത് ഇത്രയും വെള്ളം പോകുന്നല്ലേ. ഇതുപോലെ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ ആ വഴി പിന്നെ വരികയില്ല. തണ്ടിൽ വിലയിലും എല്ലാം അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്തോണം കേട്ടോ. നമുക്ക് ഇത് പുഴു ഉള്ളതും ഇല്ലാത്തതുമായ എല്ലാ ചെടിയിലും ഇത് കൊടുക്കണം കേട്ടോ. അല്ലെ അതേ മാത്രമേ പുഴു ഉള്ളൂ. അതിന് മാത്രം മതിയോ എന്നുള്ള രീതിയിലല്ല, നമ്മൾ നമ്മുടെ ചെടികൾക്കെല്ലാം, നിൽക്കുന്ന ചെടികൾക്കെല്ലാം നമ്മൾ ഈ മരുന്നൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്താ പറ്റുന്നത് വെച്ചാൽ ഒരിടത്തുനിന്ന് സ്പ്രേ ചെയ്ത് കഴിയുമ്പോഴത്തേന് വേറെ ഒന്നും ചെയ്തില്ല, അതിനില്ലെന്ന് പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ ഈ ശല്യം ഇപ്പുറത്തെ ചെടിയിലേക്കായിരിക്കും അടുത്തത് വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്താലും അതെല്ലാ പ്ലാന്റിനും ഒരുപോലെ കൊടുക്കുക. അതായത് ഒന്നിച്ച് നിൽക്കുന്ന പ്ലാന്റുകൾക്കെല്ലാം നമ്മൾ ഒരുപോലെ ഈ വളമാണേലും ഇതുപോലത്തെ മരുന്നുകളൊക്കെയാണല്ലോ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ നിങ്ങളെ കുറച്ച് പൂക്കൾ കാണിച്ചു തരാം. ഇപ്പോൾ ഈ അതായത് ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും നിങ്ങൾ ചെടിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ പൂക്കളൊക്കെ വല്ലാണ്ടാകും, ചെടി കണ്ടമാനം വാടിപ്പോവും. നിറച്ച് പൂവ് ഉണ്ടാകുന്നുണ്ട്, പക്ഷേ അത് ഉണ്ടാകുന്നതിനേക്കാളും പെട്ടെന്നാണ് അത് കൊഴിഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെയാണ് പുഴുവിൻ്റെ ശല്യം. ഇതെല്ലാം കൂടെ വന്നിട്ട് നമ്മുടെ പ്ലാന്റിനെയൊക്കെ ഒരു മാതിരിയാക്കിയാണ്. ഇപ്പം വേനൽക്കാലം അടീനിയത്തിൻ്റെ സുവർണ്ണകാലം എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് വേനൽക്കാലം. എനിക്ക് തോന്നുന്നത് മഴക്കാലത്ത് ഇത്രയും ശ്രദ്ധ വേണ്ടെന്ന് തോന്നുന്നു. വെള്ളം ഒഴിച്ച് കൊടുക്കാണ്ടിരുന്നാൽ മതി, ഇത്രയും ശല്യങ്ങളൊന്നുമില്ല. എല്ലാം നല്ല രസമുള്ള പൂക്കളാണ് കേട്ടോ അടീനിയത്തിൻ്റെ. ഇത് നമ്മളിപ്പോൾ ഫോട്ടോയിൽ കണ്ടാൽ എത്രത്തോളം നിങ്ങൾക്കത് ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. നിറച്ച് പൂമുട്ടകൾ വരുന്നുണ്ട്. പക്ഷേ അന്നേരത്തേനാണ് നമുക്ക് ഈ ഒരു പുഴുക്കളുടെ ശല്യം, പിന്നെ വെയിലിൻ്റെ ഒരു ശല്യം, ഇതെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ പ്ലാന്റ് നല്ല രീതിയിൽ ഫ്ലവർ ആക്കി കിട്ടുകയുള്ളൂ. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ഇനിയിപ്പോഴൊരു ഈ വെയിൽ സമയം ആയപ്പോഴത്തേനും മഴ മാറിക്കഴിഞ്ഞപ്പോൾ എല്ലാം ഞാൻ വലിച്ചു മുകളിൽ കൊണ്ടുവന്നതാണ്. ഇനിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മഴക്കാലം ആകുമ്പോഴത്തേനും ഇതെല്ലാം വലിച്ച് നാട് നമ്മുടെ ഷെഡിൽ കൊണ്ടുപോകണം. പൂക്കളൊക്കെ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? എല്ലാം നല്ല നല്ല ഭംഗിയുള്ള പൂക്കളല്ലേ എല്ലാം? നേരി കാണുമ്പോൾ നല്ല ഭംഗിയാകട്ടെ ഈ പൂക്കളൊക്കെ.
നിറച്ച് മുട്ട് പോകുന്നുണ്ട്. അന്നേരമാണ് നമ്മുടെ ഈ പുഴുശല്യം വന്ന് നമ്മുടെ ആ മുട്ടും കളയുന്നത്. അഥവാ പുഴു കാണാതെ ഒന്ന് വിരിഞ്ഞ് കിട്ടിയാലോ, വെയിലിൻ്റെ കട്ടി കാരണം അത് പെട്ടെന്ന് ഉണങ്ങിപ്പോവും. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്നിടവിട്ട ദിവസങ്ങൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുക. പുഴുവിനെയൊക്കെ കണ്ട് അന്നേരം തന്നെ അതിനുള്ള മരുന്ന് അടിച്ച് നമ്മുടെ പ്ലാന്റിനെ എപ്പോഴും നല്ല രീതിയിൽ ഒന്ന് കെയർ ചെയ്തെടുക്കുക. എങ്ങനെയുണ്ട് ഈ പൂക്കളൊക്കെ? നിങ്ങൾ വിലയേറിയ അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. ആരും ഒന്നും മടിക്കരുത്. നിങ്ങളുടെ പ്രോത്സാഹനമാണ് നമ്മളുടെ വിജയം. അപ്പോൾ വീണ്ടും ഗുണകരമായ മറ്റൊരു വീഡിയോയിൽ കൂടി കണ്ടുമുട്ടാമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ പൂർത്തിയാക്കിയാണ്.